തിരുവനന്തപുരം കാട്ടാക്കട മമൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. ഇഞ്ചക്ഷൻ എടുത്തതിനു പിന്നാലെ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായതായും പിന്നാലെ മരണം സംഭവിച്ചുവെന്നും കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് ആര്യനാട് പോലീസ്. എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് ആശുപത്രി അധികൃതർ രംഗത്തെത്തി. ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ ആര്യനാട് ചക്കിപ്പാറ സ്വദേശി 2.5 വയസ്സുള്ള ഐഷ ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇതിന് പിന്നാലെയാണ് ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയി. നേരത്തെ അവിടെ തന്നിരുന്ന ബോട്ടിൽ യൂറിനും എടുത്ത് ബ്ലഡും ടെസ്റ്റ് ചെയ്ത് അവിടെ കാണിച്ചു. കുറേ നേരം ആവി പിടിച്ചതിന് ശേഷം മോള് പറഞ്ഞു മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, പിന്നെ മുട്ടായും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ച് തിരിച്ചിരിക്കുകയാണ്. ഈ കൈൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചീറി ഇങ്ങനെ കോണിപ്പോയിട്ട് ഞാൻ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. ശ്വാസതടസ്സവും മുഖത്തെ നീരും കാരണമാണ് കഴിഞ്ഞ ദിവസം രാവിലെ കുഞ്ഞിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയായ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് എത്തിക്കുന്നത്. ശ്വാസതടസ്സത്തിന് ആവി പിടിക്കുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്ത ശേഷം കയ്യിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇതോടെ കുഞ്ഞിന് അസുഖം മൂർച്ഛിക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു എന്നാണ് വിശദീകരണം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. കുഞ്ഞ് കൊളാപ്സ് ആയതിനു ശേഷം ഇഞ്ചക്ഷൻ എന്നുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിംഗ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് എമർജൻസി ഫിസിഷ്യനും കാഷ്വാലിറ്റി ആകുമ്പോൾ ഞാനും കൂടെ കുഞ്ഞിനെ ഇൻക്യുബേറ്റ് ചെയ്ത് പൾസ് റോസ്ക് എന്ന് പറയും, റിവേഴ്സിബിൾ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ, അത് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ആംബുലൻസിൽ ഞാനും എമർജൻസി ഫിസിഷ്യനും അവരുടെ ഒരു ബൈസ്റ്റാൻഡറും കൂടെ ചേർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത്. ചികിത്സാ പിഴവ് ആരോപണത്തിൽ ആശുപത്രിക്കെതിരെ ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.